പ്രിയപ്പെട്ട +1 തുല്യതാ പഠിതാക്കളെ, നിങ്ങളുടെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 3ാമത്തെ യൂണിറ്റിലെ പാഠങ്ങളുടെ ചെറിയ നോട്ടുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾക്ക് വലിയ നോട്ടുകൾ പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്ത വലിയ നോട്ടുകളുടെ വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അത് നോക്കുക. ഇനി നിങ്ങൾക്ക് ചെറിയ നോട്ടാണ് സൗകര്യമെങ്കിൽ അവയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതുപയോഗിച്ച് നിങ്ങൾക്ക് മുഴുവൻ പാഠങ്ങളും കാണാവുന്നതാണ്. ഇനി നമുക്ക് ഈ യൂണിറ്റിലെ പാഠങ്ങളിലേക്ക് പോകാം. ആദ്യം വരുന്നത് ദ പോർട്രേറ്റ് ഓഫ് എ ലേഡി എന്ന പാഠമാണ്. പോർട്രേറ്റ് എന്നാൽ ചിത്രം അല്ലെങ്കിൽ ഛായാചിത്രം എന്നൊക്കെയാണ് അർത്ഥം. ദ പോർട്രേറ്റ് ഓഫ് എ ലേഡി, ഒരു സ്ത്രീയുടെ ചിത്രം അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഛായാചിത്രം. ഇതാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. നോട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇനി നമ്മൾ ഓരോ വരിയായി എടുത്ത് പരിശോധിക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക. ദ പോർട്രേറ്റ് ഓഫ് എ ലേഡി ഈസ് റിട്ടൺ ബൈ ഖുശ്വന്ത് സിംഗ്. ദ പോർട്രേറ്റ് ഓഫ് എ ലേഡി ഈസ് റിട്ടൺ, ഈ പാഠം എഴുതിയിരിക്കുന്നത് ബൈ ഖുശ്വന്ത് സിംഗ്. ഖുശ്വന്ത് സിംഗ് ആണ്. ഇറ്റ് ടെൽസ് അസ് about his grandmother. It tells us, ഇത് നമ്മളോട് പറയുന്നു. about his grandmother, അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയെ പറ്റി. she was very old, അവർക്ക് നല്ല പ്രായമുണ്ടായിരുന്നു. she was short, fat and slightly bent. she was short, അവർ ഷോർട്ടായിരുന്നു, പൊക്കം കുറഞ്ഞവരായിരുന്നു. ഫാറ്റ്, തടിയുള്ളവരായിരുന്നു. ആൻഡ് സ്ലൈറ്റ്ലി ബെൻഡ്, ചെറുതായി വളഞ്ഞ ഒരു വ്യക്തിയായിരുന്നു, ചെറിയ കൂനുള്ള ഒരു വ്യക്തിയായിരുന്നു. ഹെർ ഹെയർ വാസ് സിൽവർ, അവരുടെ മുടിക്ക് സിൽവർ കളറായിരുന്നു, വെള്ളി കളറായിരുന്നു. ഹെർ ലിപ്സ് മൂവ്ഡ് ഇൻ പ്രേയർ. ഹെർ ലിപ്സ്, അവരുടെ ചുണ്ടുകൾ, മൂവ്ഡ് ഇൻ പ്രേയർ, പ്രാർത്ഥനയിൽ ചലിക്കുമായിരുന്നു. എപ്പോഴും ചുണ്ടുകൾ പ്രാർത്ഥിക്കാനായി അനങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. ഷീ വെൻറ്റ് ടു സ്കൂൾ വിത്ത് ഹിം, അവർ അയാളോടൊപ്പം സ്കൂളിൽ പോയിരുന്നു. എഴുത്തുകാരൻ കുട്ടിയായിരുന്നപ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. ബട്ട് ലേറ്റർ ദേ വെയർ ടേക്കൺ ടു ദ സിറ്റി. ബട്ട് ലേറ്റർ എന്നാൽ പിന്നീട്, ദേ വെയർ ടേക്കൺ, അവരെ കൊണ്ടുപോയി. ടു ദ സിറ്റി, സിറ്റിയിലേക്ക്, നഗരത്തിലേക്ക് രണ്ടുപേരെയും കൊണ്ടുപോയി. എഴുത്തുകാരൻ്റെ അച്ഛനും അമ്മയുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ദിസ് വാസ് എ ടേണിംഗ് പോയിൻ്റ്. ദിസ് വാസ്, ഇതായിരുന്നു, എ ടേണിംഗ് പോയിൻ്റ്, ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു, ഒരു വഴിത്തിരിവായിരുന്നു. മീൻവൈൽ the writer went abroad. meanwhile, അതിനിടയിൽ, the writer, എഴുത്തുകാരൻ, went abroad, വിദേശത്തേക്ക് പോയി. after 5 years he came back. after 5 years, 5 വർഷങ്ങൾക്ക് ശേഷം, he, അയാൾ, came back, തിരിച്ചു വന്നു. In the evening, the grandmother banged a drum and sang. In the evening, വൈകുന്നേരം, the grandmother banged a drum, ഒരു ചെണ്ട കൊട്ടി, and sang, പാടി. വൈകുന്നേരം മുത്തശ്ശി ഒരു ചെണ്ട കൊട്ടി പാട്ടുപാടി. The family stopped her.
ആ കുടുംബം അവരെ സ്റ്റോപ്പ് ചെയ്തു, തടഞ്ഞു. The next day she was ill. The next day, അടുത്ത ദിവസം, she was ill, അവർക്ക് വയ്യാതെയായി, അസുഖം ബാധിച്ചു. Soon she passed away. Soon, പെട്ടെന്ന് തന്നെ, she passed away, അവർ മരിച്ചുപോയി. ഇത്രയുമാണ് ദ പോർട്രേറ്റ് ഓഫ് എ ലേഡി എന്ന പാഠത്തിൻ്റെ ചെറിയ നോട്ട്. ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം. ഇതൊരു കവിതയാണ്. പേര് ദ ബോയ് ആൻഡ് ദ സ്നേക്ക്, ചെറുക്കനും പാമ്പും. നോട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇനി നമ്മൾ ഓരോ വരിയായി എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക. ദ ബോയ് ആൻഡ് ദ സ്നേക്ക് ഈസ് എ പോയം ബൈ ചാൾസ് ലാംബ്. ദ ബോയ് ആൻഡ് ദ സ്നേക്ക് ഈസ് എ പോയം, ഒരു കവിതയാണ്. ബൈ ചാൾസ് ലാംബ്, എഴുതിയേക്കുന്നത് ചാൾസ് ലാംബ് ആണ്. ഇറ്റ് ഈസ് എബൌട്ട് എ ബോയ്, ഇത് ഒരു ചെറുക്കനെ പറ്റിയാണ്. ഹീ ഷെയർസ് ഹിസ് ഫുഡ് വിത്ത് എ സ്നേക്ക്. ഹീ, അവൻ, ഷെയർസ് ഹിസ് ഫുഡ്, അവൻ്റെ ഫുഡ് ഷെയർ ചെയ്യുന്നു. വിത്ത് എ സ്നേക്ക്, ഒരു പാമ്പുമായി. ഹെൻറി ഈസ് ദ ബോയ്, ഹെൻറിയാണ് ആ ചെറുക്കൻ. വൺ ഡേ ഹീ ഗോസ് ഔട്ട് വിത്ത് ഫുഡ്. വൺ ഡേ, ഒരു ദിവസം, ഹീ ഗോസ് ഔട്ട്, അവൻ പുറത്തേക്ക് പോകുന്നു. വിത്ത് ഫുഡ്, ഭക്ഷണവുമായി. ഹീ ഈറ്റ്സ് ബൈ എ സ്ട്രീം. ഹീ ഈറ്റ്സ്, അവൻ കഴിക്കുന്നു. ബൈ എ സ്ട്രീം, ഒരു അരുവിയുടെ അടുത്തിരുന്ന്. ഇറ്റ് ബിക്കംസ് ഹിസ് ഹാബിറ്റ്. ഇറ്റ് ബിക്കംസ്, അതായിത്തീരുന്നു. ഹിസ് ഹാബിറ്റ്, അവൻ്റെ ശീലം. അത് അവൻ്റെ ശീലമായി തീരുന്നു. ഹി ടെൽസ് മദർ ഓഫ് എ ബേർഡ്. ഹി ടെൽസ് മദർ, അവൻ അമ്മയോട് പറയുന്നു. ഓഫ് എ ബേർഡ്, ഒരു പക്ഷിയെപ്പറ്റി. ഷീ ഡൗട്ട്സ് ഇറ്റ്, അവൾ അത് സംശയിക്കുന്നു. ഷീ ഫോളോസ് ഹിം, അവൾ അവനെ ഫോളോ ചെയ്യുന്നു, അവനെ പിന്തുടരുന്നു. ദ മദർ സീസ് എ സ്നേക്ക്, അമ്മ കാണുന്നത് ഒരു പാമ്പിനെയാണ്. ദ ബോയ് പ്ലേസ് വിത്ത് ഇറ്റ് ടിൽ ദ ഫുഡ് ഈസ് ഫിനിഷ്ഡ്. ദ ബോയ് പ്ലേസ് വിത്ത് ഇറ്റ്, ചെറുക്കൻ അതുമായി കളിക്കുന്നു. ടിൽ ദ ഫുഡ് ഈസ് ഫിനിഷ്ഡ്, ഭക്ഷണം തീരുന്നത് വരെ. ദ ലാംഗ്വേജ് ഓഫ് ദ പോയം ഈസ് സിമ്പിൾ. ദ ലാംഗ്വേജ്, ഭാഷ, ഓഫ് ദ പോയം, കവിതയുടെ ഭാഷ, ഈസ് സിമ്പിൾ, സിമ്പിളാണ്. ബട്ട് ഇറ്റ് ഈസ് പവർഫുൾ, എന്നാൽ അത് ശക്തവുമാണ്. ഓൺ ദ ഹോൾ ഇറ്റ് ഈസ് എ ഫൈൻ പോയം. ഓൺ ദ ഹോൾ, മൊത്തത്തിൽ നോക്കിയാൽ, ഇറ്റ് ഈസ് എ ഫൈൻ പോയം, ഇതൊരു മികച്ച കവിതയാണ്. ഇത്രയുമാണ് ദ ബോയ് ആൻഡ് ദ സ്നേക്ക് എന്ന പാഠം. ഇനി നമുക്ക് അവസാന പാഠത്തിലേക്ക് പോകാം. പാഠത്തിൻ്റെ പേര് ദ കൈറ്റ് മേക്കർ.
കൈറ്റ് മേക്കർ എന്നാൽ പട്ടമുണ്ടാക്കുന്നവൻ എന്നാണ് അർത്ഥം. പാഠത്തിൻ്റെ നോട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇനി നമ്മൾ ഓരോ വരിയായി എടുത്ത് പരിശോധിക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക. ദ കൈറ്റ് മേക്കർ ഈസ് എ സ്റ്റോറി ബൈ റസ്കിൻ ബോണ്ട്. ദ കൈറ്റ് മേക്കർ ഈസ് എ സ്റ്റോറി, ഒരു കഥയാണ്. ബൈ റസ്കിൻ ബോണ്ട്, ഈ കഥ എഴുതിയിരിക്കുന്നത് റസ്കിൻ ബോണ്ടാണ്. ഇറ്റ് ടെൽസ് അസ് എബൌട്ട് ആൻ ഓൾഡ് മാൻ. ഇറ്റ് ടെൽസ് അസ്, ഇത് നമ്മളോട് പറയുന്നത്, എബൌട്ട് ആൻ ഓൾഡ് മാൻ, ഒരു പ്രായം ചെന്ന മനുഷ്യനെ പറ്റിയാണ്, അല്ലെങ്കിൽ ഒരു വൃദ്ധനെ പറ്റിയാണ്. ഹിസ് നെയിം ഈസ് മെഹമൂദ്. ഹിസ് നെയിം, അയാളുടെ പേര്, ഈസ് മെഹമൂദ്, മെഹമൂദ് എന്നാണ്. ഹി വാസ് എ കൈറ്റ് മേക്കർ, അയാൾ ഒരു പട്ടമുണ്ടാക്കുന്നവനായിരുന്നു. ഹിസ് ഷോപ്പ് വാസ് ഗോൺ, അയാളുടെ കടയൊക്കെ പോയിരുന്നു. നൗ ഹി മെയ്ഡ് കൈറ്റ്സ് ഫോർ ഫൺ ആൻഡ് ഫോർ ഹിസ് ഗ്രാൻഡ്സൺ അലി. നൗ, ഇപ്പോൾ, ഹി മെയ്ഡ് കൈറ്റ്സ്, അയാൾ പട്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നത്, ഫോർ ഫൺ, ഒരു രസത്തിനായിരുന്നു, അല്ലെങ്കിൽ അയാൾക്ക് സന്തോഷം കിട്ടാനായിരുന്നു. ആൻഡ് ഫോർ ഹിസ് ഗ്രാൻഡ്സൺ അലി, അതുപോലെ തൻ്റെ ചെറുമകനായ അലിക്ക് വേണ്ടിയുമായിരുന്നു. തൻ്റെ ചെറുമകനായ അലിക്ക് വേണ്ടിയും അതുപോലെ തനിക്ക് സന്തോഷം കിട്ടാനും വേണ്ടിയായിരുന്നു ഇപ്പോൾ അയാൾ പട്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ഇൻ ദ പാസ്റ്റ് ഹി ഹാഡ് ഗ്രേറ്റ് ഡിമാൻഡ്. ഇൻ ദ പാസ്റ്റ്, പണ്ട് കാലത്ത്, ഹി ഹാഡ്, അയാൾക്ക് ഉണ്ടായിരുന്നു, ഗ്രേറ്റ് ഡിമാൻഡ്, വലിയ ഡിമാൻഡ്, പണ്ട് അയാൾക്ക് വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നു, ഒത്തിരി ആവശ്യക്കാർ അയാളെ തിരക്കി വരുമായിരുന്നു. ഹിസ് കൈറ്റ്സ് വെയർ ഫേമസ്, അയാളുടെ പട്ടങ്ങൾ ഫേമസ് ആയിരുന്നു, പ്രശസ്തമായിരുന്നു. ഹി ഈവൻ മെയ്ഡ് എ ഡ്രാഗൺ കൈറ്റ്, അയാൾ ഒരു ഡ്രാഗൺ കൈറ്റ് പോലും ഉണ്ടാക്കുകയുണ്ടായി. അയാൾ ഒരു വ്യാളിയെപ്പോലെ ഇരിക്കുന്ന പട്ടം പോലും ഉണ്ടാക്കി. നൗ എവ്രിതിങ് ചേഞ്ച്ഡ്. നൗ, ഇപ്പോൾ, എവ്രിതിങ്, എല്ലാം, ചേഞ്ച്ഡ്, മാറി. നോബഡി കെയർഡ് ഫോർ ഹിം, ആരും അയാളെ മൈൻഡ് ചെയ്തില്ല, ആരും അയാളെ നോക്കിയില്ല. ബട്ട് ദെയർ വാസ് ഹിസ് ഗ്രാൻഡ്സൺ. ബട്ട്, എന്നാൽ, ദെയർ വാസ്, ഉണ്ടായിരുന്നു, ഹിസ് ഗ്രാൻഡ്സൺ, അയാളുടെ ചെറുമകൻ, അയാളുടെ ചെറുമകൻ ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് ഹിസ് ഒൺലി ഹാപ്പിനെസ്. ദാറ്റ് വാസ്, അതായിരുന്നു, ഹിസ് ഒൺലി ഹാപ്പിനെസ്, അയാളുടെ ഒരേയൊരു സന്തോഷം. ഹി വാണ്ടഡ് ടു മേക്ക് എ ഗ്രേറ്റ് കൈറ്റ് ഫോർ ദ ബോയ്. ഹി വാണ്ടഡ്, അയാൾ ആഗ്രഹിച്ചു, ടു മേക്ക്, ഉണ്ടാക്കാൻ, എ ഗ്രേറ്റ് കൈറ്റ്, ഒരു വലിയ പട്ടം, ഫോർ ദ ബോയ്, ആ ചെറുക്കന് വേണ്ടി. ആ ചെറുക്കന് വേണ്ടി ഒരു വലിയ പട്ടം ഉണ്ടാക്കാൻ അയാൾ ആഗ്രഹിച്ചു. ബട്ട് ഹി പാസ്ഡ് എവേ വൈൽ ഡ്രീമിംഗ് ഓഫ് ഇറ്റ്. ബട്ട്, എന്നാൽ, ഹി പാസ്ഡ് എവേ, അയാൾ മരിച്ചുപോയി, വൈൽ ഡ്രീമിംഗ് ഓഫ് ഇറ്റ്, അതിനെപ്പറ്റി
സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. എന്നാൽ ആ പട്ടത്തെപ്പറ്റി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ മരിച്ചുപോയി. ഇത്രയുമാണ് പാഠത്തിൻ്റെ ചെറിയ നോട്ട്. അപ്പോൾ മൂന്നാമത്തെ യൂണിറ്റിലെ പാഠങ്ങൾ, അതായത് 7, 8, 9 പാഠങ്ങളുടെ ചെറിയ നോട്ടുകളാണ് നമ്മളിവിടെ കണ്ടത്. ഈ നോട്ടുകൾ ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കി വായിച്ച് എഴുതി ഉറപ്പിക്കുക. ഇനിയുള്ളത് 4ാമത്തെ യൂണിറ്റിലെ പാഠങ്ങളുടെ ചെറിയ നോട്ടുകളാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. താങ്ക്